മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാം പറഞ്ഞാൽ മതി, അള്ളാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റും, അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകും, നമ്മുടെ കടം വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരാ സലാം സ്വന്തം പെണ്ണുപിള്ളയെടുത്ത് പോലും പറയാത്ത ടീമാ. ഇന്ന് വഴുത് കഴിഞ്ഞു. എന്തായാലും വീട്ടിൽ പോകുമ്പോ ഈ ചങ്ങാതി പറഞ്ഞതല്ലേ, പെണ്ണുപിള്ള സീരിയലും കണ്ടോണ്ട് ഇപ്പോണ്ട്. നീ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നിന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ പറഞ്ഞ നിന്റെ പെണ്ണുമ്പിള്ള വിചാരിക്കും, ഈ മനുഷ്യന് എന്ത് പറ്റിയല്ല, നല്ല കൊലത്തിൽ പോയതാണല്ലോ, തിരിച്ചു വന്നപ്പോ എന്ത് പറ്റിയത്. ഇതാണ് നമ്മുടെ അവസ്ഥ. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ എങ്ങാനും പറഞ്ഞാൽ നാളെ രാവിലെ ഹത്തീബിന്റെ അടുത്ത് പോകണം എന്ന് ചിന്തിക്കും ഭർത്താവ്. കാരണം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ അവസ്ഥ ഇതാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ കഴിയുന്ന വഴിയാണ് സുജൂദ്. ആ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ കടം മാറ്റണം തമ്പുരാന്, എനിക്ക് ജോലി വേണം തമ്പുരാന്, എനിക്ക് മക്കളെ വേണം തമ്പുരാന്, എന്റെ രോഗം മാറ്റണം തമ്പുരാന്, സ്വന്തമായിട്ടൊരു വീട് തരണം തമ്പുരാന്, എന്റെ സമാധാനമുള്ള ജീവിതം വേണം പടച്ചവനെ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത്, അഖറബു മാ യഖൂലുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദാ ഫഅക്സിറു ദുആ. പ്രവാചകൻ അവിടെന്ന് പറയുന്ന, നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ അധികമായിട്ട് അവിടെന്ന് ദുആ ചെയ്യൂ. ആ ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, ഇത്രയും വലിയ അവസരം പാഴാക്കി കളയില്ലേ, ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയില്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിലഞ്ഞു നടക്കണ്ട. ഉസ്താദേ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് വീടുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് ജോലിയുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എനിക്കൊന്നിനും കുറവില്ലല്ലോ. മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതമ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലാഹുവിന് കഴിയുമല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പടച്ചവനെ, കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് വരികയാണ്. കയ്യിലൊക്കെ വല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മുഖത്ത് വല്ലാത്ത നീരുണ്ട്, കാലിൽ വല്ലാത്ത നീരുണ്ട്. പടച്ചവനെ, ആ മനുഷ്യനെ ഇങ്ങനെ പുതപ്പിച്ച് കടത്തിയിരിക്കുകയാ. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് സങ്കടം തോന്നി പടച്ചവര്. അപ്പോഴാണ് പടച്ചവനെ എവിടെന്ന് പറയുന്നത്, കഴിഞ്ഞിട്ട് വരികയാണ് RCCയിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ കിടന്ന് പിടയുകയാ. പടച്ചവരെ, അവിടെന്ന് പൊന്നുമുഖം പറഞ്ഞ ഉസ്താദേ, ചിരിച്ചു കളിച്ചു നടന്ന മനുഷ്യനാണ്. അതാ ഒരു ദിവസം പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. പടഞ്ഞു, പെങ്ങളാരും എനിക്ക് ഭക്ഷണം മേടിച്ചു തരാത്തത് കൊണ്ടാണ് ഞാൻ ഛർദ്ദിക്കുന്നത്. ഇതുപോലെ പറഞ്ഞു അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ അറിയാൻ പറ്റിയത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവ്വതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാൻ പടച്ചറപ്പിന് ഒരുപാട് സമയം വേണ്ടല്ലോ. മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുഞ്ഞിന്റെ ഇഞ്ചക്ഷന് വേണ്ടി കോടികളല്ലേ പടച്ചവര്, 16-18 കോടി രൂപയാണ് ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ പിടിപെടുത്തു കൊടുത്തത്. നിങ്ങൾ കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ. അതാ വല്ലപ്പുഴയിൽ നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കളും നിന്റെ കൊട്ടാരകം എടാ നിന്റത് മാത്രമല്ലടാ, ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് 18 കോടി രൂപ കിട്ടുക. ഇതുപോലെ ഒരു രോഗമെങ്ങാണ് അല്ലാഹു നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പിനോടല്ല സർവ്വതം തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ മറന്ന് നടക്കില്ലേ, അല്ലാഹുവിനെ മറന്ന് നിങ്ങൾ നടക്കല്ലേ. പടച്ചവനോട് നന്ദി രേഖപ്പെടുത്തു. അഹങ്കാരികളും ധിക്കാരികളും ആരുത്.